ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാസ്റ്റേഴ്സ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സ്വന്തം വണ്ടിയുള്ള സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഏകദേശം 20 കൊല്ലം പഴക്കമുണ്ട്. 2 ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ളൊരു റിവ്യൂ ഞാൻ പറയാൻ ഇന്ന് വരുന്നതിനുള്ള കാരണം, ഏറ്റവും കൂടുതലും ആൾക്കാർ ഇന്ന് പെട്രോളിൻ്റെ വില കാരണവും മറ്റു കാര്യങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് സ്പ്ലെൻഡർ പോലത്തെ വണ്ടികളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു പുതിയ സ്പ്ലെൻഡർ എടുക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ i3s പോലത്തുള്ള ഫീച്ചേഴ്സൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളതും അങ്ങനെയുള്ള ഒരുപാട് ആഡ് ഓൺ സാധനങ്ങൾ വന്നതിനേക്കാൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടം ഈ മോഡലായിട്ടുള്ള പഴയ നമ്മുടെ വിൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പഴയ സ്പ്ലെൻഡർ പ്ലസ്സുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആരാധകർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വണ്ടി വന്നിട്ട് ഞാൻ സെക്കൻഡ് എടുത്തതാണ്. ഒരു 2005 വണ്ടിയാണിത്. ഞാൻ എടുത്തപ്പോൾ ഒരു 2014 ആ സമയമായപ്പോഴത്തേക്കാണ് ഞാൻ എടുത്തത്. ഏകദേശം 45-50 മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ എടുത്തപ്പോൾ കിട്ടുന്ന അതേ പക്കാ മൈലേജ് ഇപ്പോഴും കിട്ടുന്നു എന്നുള്ളതാണ് ഈ വണ്ടിയുടെ. ഈ വണ്ടിക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാറ്റിന ഉണ്ട്, അത്യാവശ്യം ഡിസ്കവറിന് കിട്ടും, പിന്നെ അത് കഴിഞ്ഞ് പാഷൻ പ്രോ പോലുള്ള വണ്ടിക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഹീറോ ഹോണ്ടയിൽ ഏറ്റവും കൂടുതൽ മൈലേജിൻ്റെ കിങ് എന്ന് അറിയുന്ന ഒരു വണ്ടി ഈ സ്പ്ലെൻഡർ പ്ലസ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വണ്ടികൾ ഞാൻ നിരന്തരം ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ ഓടിക്കൊണ്ട് പോകുന്നുമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പ്ലെൻഡർ പ്ലസ് തന്നെയാണ്. ഇതിന് ലോ കോസ്റ്റാണ്. സർവീസിന് എന്ന് പറഞ്ഞൊരു ചാർജ്, അല്ലെങ്കിൽ സർവീസൊക്കെ പണ്ടേ കഴിഞ്ഞതാണിത്. 20 കൊല്ലമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതലും എമൗണ്ട് കുറവാണ്. എന്തൊരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും, ഒരു സ്പെയർ മാറാനാണെങ്കിൽ പോലും, എന്തൊരു കാര്യത്തിനും ഇത് വളരെ എമൗണ്ട് കുറവാണ്. ഇപ്പോൾ ഈ വണ്ടി നിലവിൽ ഇപ്പോൾ കാണുന്ന വണ്ടിക്ക് എനിക്കിപ്പോൾ കിട്ടുന്നത് ഏകദേശം 70-നകത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എൻജിൻ കംപ്ലൈൻറ്റ് ഒരു മിസ്സിങ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഈ ഒരു കണ്ടീഷനിലും എനിക്ക് കറക്റ്റായിട്ടൊരു 70-നടുത്ത് മൈലേജ് ഈ വണ്ടി തരുന്നുണ്ട്. ഞാനിത് റെഗുലറായിട്ട് ഒരു 2000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ, 2500-3000 സാധാരണ ആൾക്കാർ പറയുന്നത്. 2000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമ്മളൊരു ഓയിൽ ചേഞ്ചും അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ബാക്കി ചുമ്മാ ഓടിക്കോളും വണ്ടി. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്ത സമയത്തും അന്ന് തൊട്ട് എനിക്ക് ഇന്ന് വരെ ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ട്രബിളുകൾ കാര്യങ്ങളായിട്ട് ഒന്നും വഴിയിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണ്. ഞാൻ അതിനുശേഷം റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് ഞാൻ മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് എടുത്ത അന്ന് തൊട്ട് എല്ലാ ദിവസവും എനിക്ക് പണി തന്ന് എൻ്റെ കയ്യിലുള്ള കാശ് എത്രയും പോയി പണ്ടാറടങ്ങിയ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എനിക്കൊരു ബാക്കപ്പായിട്ട്, എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഈ വണ്ടിയാണ്. ഞാൻ പല ദിവസങ്ങളിൽ വീലൊക്കെ ഊരി അതിൻ്റെ ബാക്കിലെ സാധനം വെച്ചുകൊണ്ട് ഈ സ്പ്ലെൻഡറിൽ തന്നെയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അതുകൊണ്ട് ഈ വണ്ടി എനിക്ക് വിൽക്കാനായിട്ടുള്ള യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് അറിയാവുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ബുള്ളറ്റ് ഞാൻ കൊടുത്തായിരുന്നു. അത് അത്യാവശ്യം എനിക്ക് കയ്യിൽ നിൽക്കില്ല എന്നൊരവസ്ഥ എത്തിയപ്പോൾ ഞാൻ അത് വിറ്റു. പക്ഷേ എന്നാലും ഞാൻ ഈ സാധനം വിൽക്കാത്തത് കാരണം നമ്മൾ കൊടുത്ത പൈസക്കുള്ള മുതലാണ്. ഞാൻ അന്ന് ഈ വണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഒരു 23,000 രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. 23,000 എടുത്തപ്പോൾ എനിക്കൊരു 2,000 രൂപയ്ക്കകത്തുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ വർക്കുകളൊക്കെ ഞാൻ ചെയ്തങ്ങ് കൊണ്ടുപോയതാണ്. പിന്നെ അതിനുശേഷം എനിക്ക് ഈ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് എന്നുള്ളതിലേക്ക് ചെയ്യുന്നത് ഒരു ഓയിൽ ചേഞ്ച്, അല്ലെങ്കിൽ ഒരു എയർ ഫിൽട്ടർ ചേഞ്ച്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുന്ന ഒരു പ്ലഗിൻ്റെ ഒരു മാറ്റം, ഇത്ര മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ പെട്രോൾ സാധാരണ ഈ ട്രോളുകളിലും അതുപോലെ ട്രോളല്ല, എന്തെങ്കിലുമൊക്കെ ഈ കോമഡി ആയിട്ടും ഈ റീലിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പെട്രോൾ പമ്പിൻ്റെ അടുത്തൂടെ പോകുമ്പോഴത്തേക്കും ഇത് ഓടിക്കോളും എന്നുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും സത്യമാണ്. ഏറെക്കുറെ ശരിയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-70 മൈലേജൊക്കെ കിട്ടുന്ന ഒരു വണ്ടി, അത്യാവശ്യം ലുക്കുണ്ട്, കാണാൻ ഒരു ഭംഗിയുള്ളൊരു വണ്ടിയാണ്, അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട്, ഹാൻഡിലിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ടും ഈ വണ്ടി ഇപ്പോഴും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല. അത് എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വണ്ടി ഇപ്പോഴും ഒരു ചെറിയൊരു എൻജിൻ കംപ്ലൈൻറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങ് പട്ടിയെപ്പോലെ ഓടിക്കോളും. യാതൊരു പ്രശ്നവും എനിക്കിപ്പോൾ ഇതുവരെ നിലവിലും വന്നിട്ടില്ല. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ലാഭമാണ്. ഈ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുള്ളറ്റൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് രാപ്പകൽ വ്യത്യാസമാണ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ബൈക്കും ഒരു കാറും ഉള്ളതുപോലെയായിരുന്നു എനിക്ക് ഈ ഒരു സ്പ്ലെൻഡറും ആ ബുള്ളറ്റും. കാറുള്ള ആൾക്കാർക്കുള്ളൊരു മെയിൻ്റനൻസ് ചാർജ് എനിക്ക് എന്തായാലും ബുള്ളറ്റ് വരുന്നുണ്ടായിരുന്നു. അതുപോലെ ബൈക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ലാഘവത്തോടുകൂടി എനിക്ക് ഈ സാധനം കുറേ കൊണ്ട് കിടക്കാൻ പറ്റും. എനിക്കിപ്പം സെക്കൻഡറി ആയിട്ട് ഇനി എനിക്ക് വീണ്ടും ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണമെന്നുണ്ട്. ഒരു ഇലക്ട്രിക്കിൻ്റെ ഓല ഏതറോ അത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താലോ എന്നൊരു പ്ലാന് വന്നിരുന്നാൽ പോലും എനിക്ക് പക്ഷേ ഇത് കൊടുക്കാനുള്ള ഒരു തോന്നൽ വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഇനി അഥവാ എടുത്താലും പക്ഷേ പുതിയ ഒരു
സ്പ്ലെൻഡറിലോട്ട് പോകണോ വേണ്ടേ എന്ന് ഒരു 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 സംശയം വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിലല്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഈ സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു ലുക്ക് വെച്ചിട്ട് ഇതിൽ ബ്ലാക്ക് ഫുള്ളി ബ്ലാക്ക് ആയിട്ട് i3s ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പോഴും സ്പ്ലെൻഡർ ഇറങ്ങുന്നുണ്ട്. ആ വണ്ടിക്കും ഈ വണ്ടിക്കും കൂടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു നമ്മൾ ആ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എനിക്കെന്തോ ഇപ്പോഴത്തെ വണ്ടിക്ക് കിട്ടുന്നില്ല. അത് പഴയ വണ്ടിക്ക് തന്നെ കിട്ടുന്ന ആ ഒരു സുഖം എനിക്കിപ്പോൾ പുതിയ വണ്ടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് പുതിയൊരു സ്പ്ലെൻഡർ എടുക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല. വേറെ ഏതെങ്കിലും വണ്ടിയിൽ പോയാലും ഇത് നിലനിർത്തണം, അതുമാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ കുറേ നാളിന് ശേഷം എനിക്ക് ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം എനിക്കൊരു വണ്ടി വാങ്ങണം എന്നൊരു പ്ലാൻ ഇട്ട് ഞാൻ പോയ സമയത്ത് എനിക്കൊരു പുത്തൻ വണ്ടി വാങ്ങിച്ചിട്ട് അതിലൊന്നും സെറ്റ് ആവണമെന്നല്ലായിരുന്നു. എനിക്കൊരു ഒരു വണ്ടി എടുത്ത് നല്ലോണം കൈ തെളിഞ്ഞതിന് ശേഷം വേറൊരു വണ്ടി എടുക്കാമെന്നൊരു പ്ലാനായിരുന്നു സാധാരണ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിച്ചത്. അന്ന് എനിക്ക് വണ്ടിയെപ്പറ്റി ഭയങ്കര നോളജൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ നോക്കിയപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഏതൊരു വണ്ടി ഉണ്ടെന്നുള്ള ഒരു തെരച്ചിൽ കാണുമല്ലോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും. ഞാൻ അങ്ങനെ എനിക്ക് അറിയുന്നുള്ള ചേട്ടന്മാരടുത്തും ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞടാ സ്പ്ലെൻഡർ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്, അല്ലെങ്കിൽ പാഷൻ അതുപോലത്തെ ഏതെങ്കിലുമൊക്കെ വണ്ടി എടുക്കണം, ആ വണ്ടിക്കൊക്കെ നല്ല അത്യാവശ്യം മൈലേജും ഉണ്ട്, നമ്മളെ കയ്യിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. എന്തു പറയുക, ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും പണ്ട് നമുക്കറിയാൻ പറ്റിയ ഏതോ ഒരു സിനിമയിലൊക്കെ കുഞ്ചാക്കോ മോനൊക്കെ ഇങ്ങനെ ഓടിച്ച് പോകുന്ന അതൊക്കെ ഒരു റെഡ് സ്പ്ലെൻഡറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് ഭയങ്കര എല്ലാവർക്കും ചേരുന്നതായിരുന്നു. എനിക്ക് അന്ന് ആ സമയത്തൊക്കെ ഞാൻ വണ്ടി എടുത്ത സമയത്തൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റൊക്കെ കുറവായിരുന്നു. അന്ന് എനിക്ക് അപ്പോഴും എനിക്ക് ആഗ്രഹമുള്ള വണ്ടി ഒന്ന് ഏതെങ്കിലും ഒരു ബുള്ളറ്റ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പ്ലെൻഡർ എടുക്കുക. എൻ്റെ ആഗ്രഹം കൃത്യമായിട്ട് എനിക്ക് കിട്ടിയത് ഈ സ്പ്ലെൻഡറിൻ്റെ കാര്യത്തിലാണ്. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോയ സമയത്ത് എനിക്കിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ. അപ്പോൾ ആ വണ്ടികളിൽ നിന്ന് എൻ്റെ കണ്ണ് ആദ്യം പോയത് ഇതിലോട്ടായിരുന്നു. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 വർഷം കൂടിയപ്പോൾ എനിക്ക് വന്ന ഒരു ചെറിയ കംപ്ലൈൻറ്റുകളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്ലഗ് പോവുക. പിന്നെ അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറിയതിൻ്റെ ഓർമ്മ എനിക്കില്ല. അതാണ് സത്യം. എപ്പോഴോ മാറിയതാണ്, എന്നാലും അത് ഓടിക്കൊണ്ടിരിക്കും. പിന്നെ അതല്ലാതെ എനിക്ക് ഈ പറയുന്ന സ്പീഡോമീറ്ററിൻ്റെ ഈ അകത്തെ ഇന്നർ കേബിള് അത് പോവുക, അതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ബൾബ് ഫ്യൂസ് ആവുക, ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ പറയുന്ന എഞ്ചിൻ്റെ അടിയിലുള്ള നമ്മളെ ഓയിൽ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രെയിൻ ബോൾട്ടില്ലേ, അതിൻ്റെ അവിടെ നിന്നുള്ള കുറച്ച് ലീക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ കാർബറേറ്റർ ഓവർഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഒരു സമയം നമ്മൾ ഒരു അര അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം നമ്മളൊരു വണ്ടി മെയിനിലോ റിസർവിലോ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വച്ച് കഴിഞ്ഞാൽ അത് വണ്ടി എടുത്തു കഴിയുമ്പോൾ വണ്ടി ഒന്ന് അനങ്ങുമ്പോൾ നമ്മുടെ ഈ ഡ്രെയിൻ ട്യൂബ് വഴി കുറച്ച് പെട്രോൾ ഒന്ന് ലീക്കാവും. ആ ഒരു സംഭവം മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ജെറ്റ്, അതിൻ്റെ ഒരു നീഡിൽ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മാറി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർബറേറ്റർ മാറി വയ്ക്കുന്നതിൻ്റെ ഇതില്ല. നമ്മൾ വണ്ടി കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പെട്രോൾ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക, വണ്ടി എടുക്കുന്ന സമയത്ത് മെയിൻ റിസർവോ എന്തെങ്കിലും ഒന്ന് ആക്കി വയ്ക്കുക. അതിപ്പോൾ ഈ വണ്ടിക്ക് മാത്രമൊന്നുമില്ല, നമുക്ക് പഴയ RX ആയിരുന്നാലും അതുപോലുള്ള എല്ലാ വണ്ടികളിലും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മെയിനായിട്ട് നോക്കാറില്ല. ചെറിയ രീതിക്ക് ഒരു വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു കളർ ടോൺ ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ഒരു ബ്ലൂവും ഒരു റെഡ് പോലത്തെ ഒരു കളറും, ഈ കളർ വണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ ബ്ലാക്ക് ആയിട്ട് നമ്മുടെ ഒരു i3s, ഞാൻ നേരത്തെ പറഞ്ഞാൽ i3സിൻ്റെയൊക്കെ വെച്ചിട്ട് ഒരു കിടിലൻ വണ്ടി ഇറങ്ങി ഫുൾ ബ്ലാക്കാണ്. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഇതൊന്ന് മാറ്റി ഞാൻ അതെടുത്താലോ എന്നൊരു ആഗ്രഹം ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ പാറ്റേണൊക്കെ വെച്ചിട്ടുള്ളൊരു വണ്ടി നമുക്ക് കൊടുത്തിട്ട് എടുക്കാനുള്ളൊരു മനസ്സെനിക്കുന്നില്ല. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതായിട്ട് ഞാൻ ഈ വണ്ടി തന്നെ സെയിം ഈ ഒരു കളർ പാറ്റേണിൽ ആ വണ്ടി ഇറങ്ങിയപ്പോൾ വീണ്ടും സന്തോഷം. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഞാൻ അതെടുത്താലോ എന്നൊക്കെയുള്ള ചിന്ത എനിക്ക് വീണ്ടും വന്നു. ഇപ്പം നമുക്കറിയാം ലാസ്റ്റായിട്ട് ഇപ്പം മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്നൊരു സിനിമയ്ക്കകത്ത് ഒരു സ്റ്റില്ല് നമ്മൾ കണ്ടായിരുന്നു. അതിലൊരു സ്പ്ലെൻഡർ കൊണ്ട് പോകുന്നില്ലേ, എനിക്ക് എന്തോ ആ ഒരു വണ്ടിയോട് അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വണ്ടി ഇങ്ങനെ നിലനിർത്തുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഇനിയിപ്പോൾ ഒരു സ്പ്ലെൻഡർ, ഹീറോ ഹോണ്ടയുടെ ഏതെങ്കിലും ഒരു വണ്ടി എന്നുള്ള പാറ്റേണിൽ വന്ന ഈ ഒരു സാധനത്തിൻ്റെ വണ്ടി ഞാൻ വേറെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം ലുക്കുള്ള ഏതെങ്കിലും വണ്ടി എടുക്കാനാണ് എൻ്റെ പ്ലാൻ. എനിക്കിനി ഏതെങ്കിലും നമുക്കിപ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റൈഡിങ്, നമുക്കൊരു ലോങ് ഡ്രൈവൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും എത്രയൊക്കെ സഹിച്ചാലും ഒരു എൻഫീൽഡിൻ്റെ ഒരു വണ്ടിയിലോട്ട് ചിലപ്പോൾ പോകുമായിരിക്കും. എൻഫീൽഡ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു FC-യുടെയോ അല്ലെങ്കിൽ MD-യുടെയൊക്കെ ഒരു ചെറിയ സാധനം നമ്മളെ മൈൻഡിൽ കിടക്കുമല്ലോ, അത് കൺസിഡർ ചെയ്യും. എന്നാലും ഈ പറയുന്ന ഒരു സ്പ്ലെൻഡർ എപ്പോഴും എൻ്റെ ഒരു മൈൻഡിലുള്ളൊരു സാധനമാണ്. ഇത് വിട്ടൊരു കളി എന്ന് പറയുന്നൊരു സാധനം എനിക്കില്ല. ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ ഏപ്രിലിൽ ആയപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ റീടെസ്റ്റ് ചെയ്ത് നിർത്തിയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു
ഇനി ഇതിനെ റീടെസ്റ്റ് ചെയ്യണേക്കാട്ടിയും കൊടുത്ത് വിട്ടുകൂടെയെന്ന്. പക്ഷേ എനിക്കത് കൊടുക്കാൻ താല്പര്യമില്ല. ഒരു കാലഘട്ടത്തിൽ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്പ്ലെൻഡറും പാഷനും ഒക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഏതോ ഒരു സമയത്ത് ഈ വണ്ടി ടോട്ടലായിട്ട് ഔട്ടായി. അതായത് മാർക്കറ്റിൽ പുതിയതായിട്ടുള്ള വണ്ടി ഇറങ്ങാത്തൊരു കാലഘട്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ നമ്മൾ ആദ്യം എടുത്ത ആൾക്കാർ മാത്രം, ഈ ചില ആൾക്കാർ ഇങ്ങനെ ഓടിച്ചു നടക്കുന്നത് മാത്രം നമ്മൾ കാണുള്ളായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇനി ഈ വണ്ടി മറ്റേ നമ്മളെ പഴയ RX പോലെയൊക്കെ ഇങ്ങനെ പുതിയ സാധനം ഇറങ്ങാതെ ഇങ്ങനെ നിന്ന് പോകുമോ, ഈ സ്റ്റോക്ക് സാധനങ്ങളൊക്കെ അങ്ങ് നമുക്ക് അതായത് സ്പെയർ പാർട്സ് ഒന്നും കിട്ടാത്തൊരു ലെവലിലേക്ക് ഇത് മൊത്തത്തിലങ്ങ് ഫെയ്ഡായി പോകുമെന്നൊരു ഒരു ചെറിയൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തു പറയാം, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് പോയില്ലേ. ഇഷ്ടപ്പെട്ട് പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും കമ്പനി ഈ വണ്ടി വീണ്ടും ഇറക്കി തുടങ്ങി. അതും പുതിയ പല വേരിയൻറ്റിൽ ഇറക്കിയതിന് ശേഷം വീണ്ടും പഴയ ഐക്കോണിക് സാധനമായിട്ടുള്ള ഈ ഒരു ലുക്കിൽ ഇറക്കിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഈ പറയുന്ന സ്പ്ലെൻഡർ പ്ലസ് അല്ലെങ്കിൽ ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഒരു വണ്ടി മാത്രമല്ലാതെ എനിക്ക് ഈ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് നിൽക്കുന്ന രീതിക്ക് തോന്നിയ വണ്ടികളാണ് ഈ പറയുന്ന പ്ലാറ്റിന. അതും മൈലേജിൻ്റെ അങ്ങേയറ്റം മൈലേജ് തരുന്ന ഒരു വണ്ടിയാണ് പ്ലാറ്റിന. അതുപോലെ ഡിസ്കവർ അത്യാവശ്യം നല്ലൊരു മൈലേജ് തരുന്ന വണ്ടിയാണ്. ഈ വണ്ടികളെല്ലാം തമ്മിൽ ഞാൻ 3 വണ്ടികൾ ഞാൻ മാറി ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ സ്പ്ലെൻഡറാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലാറ്റിനുള്ള ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. നമ്മളിപ്പം എല്ലാ വണ്ടി, ഇപ്പോൾ പൾസർ ആയിക്കോട്ടെ, നമ്മൾ എൻഫീൽഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ പറയുന്ന ഈ വണ്ടികളായിക്കോട്ടെ, എല്ലാം നമ്മൾ ഓടിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഗിയർ പാറ്റേൺ അല്ലാതെ എനിക്ക് പെട്ടെന്ന് പ്ലാറ്റിനയിലൂടെ പോകുമ്പോഴത്തേക്കും തിരിച്ച് എല്ലാം ഫ്രണ്ടിലോട്ട് പോകുന്ന ആ ഒരു സാധനം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെനിക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു സിറ്റിയിലൊക്കെ നമ്മളിപ്പോൾ നല്ലൊരു റോഡിൽ ഓടിച്ച് പോവുകയാണ്, ഹൈവേയിലൊക്കെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടിയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത്, ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ ലോറിയോ ഒരു ബസ്സോ നമ്മൾ ഓവർടേക്ക് ചെയ്തുമ്പോൾ വല്ലാണ്ട് അങ്ങ് കാറ്റ് പിടിക്കുന്ന ഒരു സംഭവം എനിക്ക് ആ പ്ലാറ്റിനയിൽ തോന്നിയിട്ടുണ്ട്. ഏറെക്കുറെ ഡിസ്കവറിലും എനിക്ക് ആ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഈ ഒരു സ്പ്ലെൻഡറിൽ എനിക്ക് ആ ഒരു കാര്യം തോന്നുന്നില്ല. വണ്ടിയുടെ വെയിറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഏകദേശം ഈക്വലായിട്ട് തോന്നിക്കഴിഞ്ഞാലും ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും ഈ വണ്ടി എനിക്ക് തരുന്നുണ്ട്. എന്നെ ഇന്ന് വരെയും വഴിയിൽ ഒരു കാരണത്തിലും എന്നെ കിടത്തിയിട്ടില്ല. ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ആ വണ്ടി എടുത്തിട്ടുള്ള പല ആൾക്കാർ ഇപ്പോഴും വിറ്റിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുക, ഇത് വിറ്റ് പോകില്ല. അത്രയും ഐക്കോണിക് സാധനമാണ് ഹീറോ ഹോണ്ട ഇറക്കിയിട്ടുള്ള ഈ ഒരു വണ്ടി. ഇനി അടുത്ത് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് റിലേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മലയാളികളെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു വണ്ടി ഈ പറയുന്ന സ്പ്ലെൻഡർ. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഈ ഒരു മോഡല് നമുക്കിവിടെ മലയാളികൾക്കിടയിൽ എന്നും ജനപ്രിയമായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു സംശയമുണ്ടെങ്കിൽ, സ്പ്ലെൻഡറിനെ പറ്റി എന്തെങ്കിലും ആ ഒരു കാര്യത്തിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ടും കമൻറ്റിൽ എഴുതുക. നിങ്ങൾക്ക് ഈ സ്പ്ലെൻഡറിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രം ചെയ്തതാണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് ഏതെങ്കിലുമൊക്കെ വണ്ടികളെ പറ്റിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മൈലേജ് കിങ്ങാണ് സ്പ്ലെൻഡർ എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.